നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൗത്യമേഖലകളിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ 14ാമത് ഭദ്രാസന കൺവെൻഷൻ ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. വ്യത്യസ്തതയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അതുല്യത. ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും ദൈവഹിതമാണെന്ന് തിരിച്ചറിയണമെന്നും മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾക്കും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതാണ് നമുക്കുണ്ടാവേണ്ടത്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം നോക്കുന്നത് ദൈവത്തെങ്കിലേക്കാണ്. ദൈവമേ, എന്താണ് നിൻ്റെ ഉദ്ദേശം? എന്താണ് നീ എനിക്ക് കാണിച്ചു തരുന്നത്? എന്താണ് നീ എന്നെ വഴി നിർത്തുന്നത്? ദൈവത്തോട് ചോദിച്ച് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവമക്കളായിട്ടുള്ള നാം എല്ലാവരും തന്നെ. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. പുതുക്കപ്പെട്ട മനുഷ്യരായി മാറണമെന്ന് മാർ കൂർലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുക എന്ന് പറഞ്ഞ ഇതാണ്. സ്വല്പം പഴയതും സ്വല്പം പഴയ സ്വഭാവം വെച്ച് ജീവിക്കുക എന്നുള്ളതല്ല. ആത്യന്തികമായ മാറ്റം സ്വഭാവത്തിലും ദർശനത്തിലും ജീവിതചര്യകളിലും ഉണ്ടാകുന്നതാണ് പുതുക്കമെന്ന് പറയുന്നത്. ഭദ്രാസനം പുതുതായി ആരംഭിച്ച പുത്തൻകാവ് അസെൻഷൻ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. 50ഓളം കിടപ്പ് രോഗികളെ സൗജന്യമായി താമസിപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ ആദരിക്കുന്നതിനായി സഭകളുടെ ദേശീയ സമിതിയായ NCCI ഏർപ്പെടുത്തിയ അവാർഡിന് അർഹനായ ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്തയെ യോഗത്തിൽ ആദരിച്ചു. റവറൻ ജോൺ ജി വർഗീസ് മുഖ്യ സന്ദേശം നൽകി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് സക്രിയ, ട്രഷറർ ജോജി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. രാവിലെ 8 മണിക്ക് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 20ാമത് മുംബൈ ഭദ്രാസന കൺവെൻഷന് ആരംഭമായി. മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ബസ്ലിൻ റോഡിലെ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരി അധ്യാപകൻ റവറൻ ഡോക്ടർ ഷിബി വർഗീസ് P മുഖ്യ പ്രഭാഷകനായിരുന്നു. കൺവെൻഷന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ താനെ മാർത്തോമ പള്ളിയിൽ ഭദ്രാസന സേവികാ സംഘയോഗവും വൈകിട്ട് കല്യാൺ ഈസ്റ്റ് സെന്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ കൺവെൻഷൻ യോഗവും ഉണ്ടായിരുന്നു. 24-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വാശി സെന്റ് പോൾസ് മാർത്തോമ ഇടവകയിൽ ഭദ്രാസന വൈദിക കുടുംബ സംഗമം നടക്കും. വൈകിട്ട് 4 മുതൽ 6:30 വരെ ഭദ്രാസന യുവജന മീറ്റിംഗും വൈകിട്ട് 7 മുതൽ കൺവെൻഷൻ യോഗവും മുളുൺ ക്രിസ്തോസ് മാർത്തോമ ഇടവകയിൽ ക്രമീകരിക്കും. സമാപന ദിനമായ 25-ന് ഞായറാഴ്ച രാവിലെ 8:30-ന് വാശി സിഡ്കോ ലോണിൽ നടക്കുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷനും മുഖ്യ പ്രഭാഷകനായ റവറൻ ഡോക്ടർ ഷിബി വർഗീസും പ്രഭാഷണം നടത്തും. കൺവെൻഷന്റെ നടത്തിപ്പിനായി ഭദ്രാസന സെക്രട്ടറി വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, ഭദ്രാസന ട്രസ്റ്റി VP സൈമൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഉപസമിതികൾ പ്രവർത്തിച്ചു വരുന്നു. മുംബൈ ഭദ്രാസനത്തിലെ മുംബൈ, പൂനെ, ഗോവ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്നു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ 27ാമത് കൺവെൻഷന് സമാപനമായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകി. ദൈവവചനം കേട്ട് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി വളർന്നു വരണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. ലൈഫ് ഇസ് ഷോർട്ട്, ലൈഫ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം അബവ് എന്നൊക്കെ നാം പറയുമ്പോൾ അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിപ്പാനും ഈ കർത്താവിനെ അറിഞ്ഞുള്ള സന്തോഷത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കണം. റവറൻ ഡോക്ടർ TV പ്രേംജിത്ത് കുമാർ മുഖ്യ സന്ദേശം നൽകി. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പണിച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, റിബു തോമസ് മാത്യു, അനോ ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു. സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന റവറൻ VS സക്രിയ, റവറൻ സജി P തോമസ് എന്നിവരെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആദരിച്ചു. കൺവെൻഷൻ പന്തലിൽ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭദ്രാസനത്തിലെ 130 ഇടവകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. വെറുപ്പും വിദ്വേഷവും വളർന്നു വരുന്ന ലോകത്ത് സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും പാത തുറക്കുവാൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് കഴിയണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാഷണൽ ക്രിസ്ത്യൻ അലയൻസിന്റെ നേതൃത്വത്തിൽ വിവിധ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന പ്രചരണ റാലി തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലീത്ത. എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ടും മൂല്യങ്ങളെ മുറുകെ പിടിച്ചു ജനനന്മയ്ക്കായി
രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായി അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുവാൻ കോണം താല്പര്യപ്പെടുകയത്രേ ആവശ്യമായിരിക്കുന്നത്. സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലിത്ത, ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത, പാസ്റ്റർ ജെ ജോസഫ്, പാസ്റ്റർ രാജു പൂവക്കാല, സ്റ്റാൻലി ജോർജ്, വെരി റവറൻഡ് ഏബ്രഹാം ഇഞ്ചക്കലോടി കോർ എപ്പിസ്കോപ്പ, ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ, പാസ്റ്റർ ജെയ്സ് പാണ്ടനാട്, ബാബു വെന്മേലി, അനീഷ് തോമസ്, മാത്യുസൺ പി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ശിവനാപുരം ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ ഇവാഞ്ചലിസ്റ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വത്തിൽ ഈശോ മാർ തിമോത്തിയോസ് അനുസ്മരണ പ്രഭാഷണം ശിവനാപുരം ക്യാമ്പസിൽ നടത്തി. റവറൻഡ് ജോൺസൺ ടി ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. ദൗത്യവഴിയിലെ താപവും അനുതാപവും എന്ന വിഷയത്തിൽ വികാരി ജനറൽ വെരി റവറൻഡ് ശ്യാം പി തോമസ് പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ റവറൻഡ് റോബിൻ ജോർജ്, ട്രഷറർ ബിജു തോമസ്, റവറൻഡ് തോമസ് ഏബ്രഹാം, ടി ജി ജയൻ, അനിൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 8 മുതൽ 15 വരെ നടക്കുന്ന 131ാമത് മാരാമൺ കൺവെൻഷനായുള്ള ഒരുക്ക പ്രാർത്ഥനകൾ ആരംഭിച്ചു. ജനുവരി 31 ശനിയാഴ്ച മാർത്തോമാ സഭയിലെ എല്ലാ കുടുംബങ്ങളിലും വൈകിട്ട് 8 മുതൽ 8:30 വരെ കുടുംബ പ്രാർത്ഥന ക്രമീകരിക്കും. ഫെബ്രുവരി 1 വൈകിട്ട് 8 ആഗോള പ്രാർത്ഥനാ സംഗമവും സൂം പ്ലാറ്റ്ഫോമിൽ നടത്തുന്നതായിരിക്കും. ജനുവരി 30 മുതൽ ഫെബ്രുവരി 7 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4:30 മുതൽ 6 വരെ ഒരുക്ക പ്രാർത്ഥന മാരാമൺ, ഇടയാറന്മുള, തിരുവല്ല, ചെങ്ങന്നൂർ, ഉമ്മയാറ്റുകര, ഇരവിപേരൂർ, അയിരൂർ, ഇലന്തൂർ, കോഴഞ്ചേരി എന്നീ സെന്ററുകളിലെ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ മണൽപ്പുറത്ത് സംഘടിപ്പിക്കും. കൺവെൻഷൻ ആഴ്ചയിൽ ഫെബ്രുവരി 9 മുതൽ 15 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 8:30 വരെ മണൽപ്പുറത്ത് പ്രത്യേക പ്രാർത്ഥനാ ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണെന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് എബി കെ ജോഷുവ, പ്രയർ ആൻഡ് പ്രിപ്പറേഷൻസ് കമ്മിറ്റി കൺവീനർമാരായ റവറൻഡ് അലക്സ് എ, ഇവാഞ്ചലിസ്റ്റ് ശെൽവരാജ് ജെ.ഐ എന്നിവർ അറിയിച്ചു. മലങ്കര മാർത്തോമാ യുവജന സഖ്യം എക്യുമെനിക്കൽ ആക്ഷൻ ഫോറത്തിന്റെ സഭാ ഐക്യ പ്രാർത്ഥനാവാര പരിപാടികൾ ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ ആരംഭിച്ചു. സഭാ ഐക്യ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര ഉദ്ഘാടനം നിർവഹിച്ചു. മാർ ജോർജ് പെരുന്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻഡ് ബൈജു തോമസ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ റവറൻഡ് രാജീവ് ഡാനിയേൽ, വൈസ് പ്രസിഡന്റ് ലിജോ ജോർജ്, ട്രഷറർ അനു പി അലക്സ്, കൺവീനർ ജസ്ന അന്ന ബോബൻ, പ്രോഗ്രാം കൺവീനേഴ്സ് ജോയൽ ചെറിയാൻ വർഗീസ്, ബോണി ബോബി എന്നിവർ സംസാരിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിന്റെ ഭാഗമായി ഓൺലൈൻ ലെക്ചറുകൾ ക്രമീകരിച്ചു. ഡാനിയൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, റവറൻഡ് ലെവി പിന്റോ ഈസ്റ്റ് തിമോർ, റവറൻഡ് ഡോളി റാൻറ്റെ ടൊറാജ ചർച്ച്, ലൈലു പോൾ CSI മധ്യ കേരള എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 24 പട്ടം സെന്റ് മേരീസ് സീറോ മലബാർ കത്തോലിക്ക കത്തീഡ്രലിലും 25 വൈക്കം മാർത്തോമാ പള്ളിയിലും പ്രാർത്ഥനാ സംഗമങ്ങൾ ഒരുക്കും. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ശാലോം.